ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ മാർച്ച് 11 ചൊവ്വാഴ്ച ഭൗമപ്രദോഷമാണ്. ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തെയാണ് നമ്മൾ ഭൗമപ്രദോഷമെന്ന് പറയുന്നത്. ശിവരാത്രിക്ക് മുമ്പ് ഇതുപോലെ ചൊവ്വാഴ്ച ദിവസം ഭൗമപ്രദോഷമായിരുന്നു. അന്ന് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അതായത് വാരാഹി അമ്മയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു പ്രദോഷ ദിനങ്ങളിലെന്ന്. നമ്മുടെ കടമൊക്കെ ഒരുപാടുള്ളവർക്ക് അത് തീരാൻ, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി അന്നത്തെ ദിവസം എങ്ങനെയാണ് വാരാഹി അമ്മയെ പൂജിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ആ ഷോർട്സ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്കതും വീട്ടിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സപ്തമാതാക്കളുള്ള അമ്പലത്തിലോ വാരാഹി അമ്മയുടെ ക്ഷേത്രത്തിലോ പോയി അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രദോഷത്തെക്കുറിച്ച് നോക്കാം. അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷമായിട്ട്, അതായത് പ്രദോഷവ്രതമായിട്ട് ആചരിക്കേണ്ടത്. ആ സ്ഥിതിക്ക് നാളെ ചൊവ്വാഴ്ചയാണ് പ്രദോഷം വരുന്നത്. പ്രദോഷവ്രതം എടുക്കേണ്ടവരൊക്കെ നാളെ പ്രദോഷവ്രതം എടുക്കേണ്ടതാണ്. വ്രതം എടുക്കുന്നവർ ഇന്ന് വൈകിട്ട് നോൺ വെജ് ഒഴിവാക്കി അരിയാഹാരവും ഒഴിവാക്കി എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക. പിറ്റേ ദിവസം ചൊവ്വാഴ്ച അതിരാവിലെ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ശിവഭഗവാന്റെ ശിവലിംഗമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പാലുകൊണ്ടോ വെള്ളം കൊണ്ടോ പഞ്ചാമൃതം കൊണ്ടോ ഒക്കെ അഭിഷേകം ചെയ്ത് ഭഗവാൻ ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിച്ച് ഓം നമഃശിവായ എന്ന മന്ത്രം കഴിയുന്നത്ര ഉരുവിടേണ്ടതാണ്. നെറ്റിയിൽ ഭസ്മം ധരിക്കാൻ വേണ്ടി മറക്കരുത്. അന്നത്തെ ദിവസം ജലം മാത്രം കൊണ്ട് ഉപവസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, ആരോഗ്യം അനുവദിക്കാത്തവർക്ക് ഒരു നേരം എന്തെങ്കിലും ഫ്രൂട്ട്സോ ചെറുധാന്യങ്ങളോ ഒക്കെ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാവുന്നതാണ്. പ്രദോഷത്തിൻ്റെ ഏറ്റവും മഹനീയമായ സമയമെന്ന് പറയുന്നത് പ്രദോഷ സന്ധ്യയാണ്. കാരണം ആ സമയത്താണ് ശിവഭഗവാൻ പാർവതീദേവിയെ സിംഹാസനത്തിലിരുത്തി നടരാജ നൃത്തമാടുന്നത്. അത് കാണുവാൻ വേണ്ടി ശിവകുടുംബം മാത്രമല്ല 33 ദൈവങ്ങളും അവിടെ സന്നിഹിതരായി എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യയിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയുന്നത്ര നമഃശിവായ മന്ത്രം ജപിക്കുന്നവർക്കുമൊക്കെ തന്നെ ശിവഭഗവാന്റെ കൂടെ 33 ദൈവങ്ങളുടെയും അനുഗ്രഹം ലഭിക്കും. അതുമാത്രവുമല്ല, ആ സമയത്ത് കഴിയുന്നതും ശിവഭജനം നടത്തുന്നതും കൂവളത്തില കൊണ്ട് ശിവഭഗവാന്റെ ശിവലിംഗത്തിൽ അർച്ചന നടത്തുന്നതുമൊക്കെ സർവ്വ മംഗളങ്ങളും നമുക്ക് നൽകും. സന്തുഷ്ട കുടുംബജീവിതം, ധനം, സന്താനം, സത്കീർത്തി, ആരോഗ്യം എന്നിവയൊക്കെ ഈ സമയത്തെ പൂജ വഴി നമുക്ക് ലഭിക്കുമെന്നാണ് ശിവപുരാണം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രദോഷ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും, ജോലിസ്ഥലത്തായാലും യാത്രയിലായാലും മനസ്സിൽ കഴിയുന്നത്ര ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുമാത്രവുമല്ല, ആ സമയങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്നത് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ശിവപുരാണം പറയുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് ഈ ഒരു പ്രദോഷം എന്ന് പറയുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, വിശക്കുന്ന ഒരു വയറിനെങ്കിലും അന്നത്തെ ദിവസം അന്നം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന്. അതുമാത്രവുമല്ല, സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി അന്നത്തെ ദിവസം പച്ചരിപ്പൊടിയിൽ ശർക്കരയോ കൽക്കണ്ടമോ പഞ്ചസാരയോ കലർത്തി ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. ജാതകദോഷം, ഗ്രഹദോഷം, ദശാദോഷം, ശനിദോഷം എന്നിവയൊക്കെ അനുഭവിക്കുന്നവർക്ക് 5ഓ 7ഓ പ്രദോഷവ്രതം എടുത്താൽ അതിൽ നിന്നും നല്ല രീതിയിലുള്ളൊരു മുക്തി ലഭിക്കും. അതുമാത്രവുമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും പ്രദോഷവ്രതം നമുക്ക് എടുക്കാവുന്നതാണ്. പ്രദോഷ സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വീട്ടിലിരുന്ന് ശിവഭഗവാന്റെ ശിവലിംഗത്തിന് പൂജ ചെയ്യാം. ശിവകുടുംബ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് പൂജ ചെയ്യാം. അതല്ലാത്തവർക്ക് ശിവക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് വൈകിട്ട് 4:30 മുതൽ 6 വരെയും 6 മുതൽ 7:30 വരെയുമുള്ള 3 മണിക്കൂർ സമയമാണ്. ആ സമയത്ത് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തി അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ കഴിപ്പിക്കേണ്ടതാണ്. അതായത് കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യാം, കൂവളമാല സമർപ്പിക്കാം, പിൻവിളക്ക്, ജലധാര, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുമാത്രവുമല്ല, കഴിയുന്നത്ര പഞ്ചാക്ഷരി മന്ത്രം, മറ്റൊരു മന്ത്രവും നമ്മൾ ജപിച്ചില്ല എങ്കിലും കഴിയുന്നത്ര നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അന്നത്തെ ദിവസം ശ്രമിക്കേണ്ടതാണ്. വ്രതമെടുക്കുന്നവർ അന്നത്തെ ദിവസം വൈകിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് അമ്പലത്തിൽ കരിക്ക്, അതുപോലെ അവല്, മലര്, പഴങ്ങൾ ഇവയൊക്കെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് പാരണ വീട്ടാം. അതല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞ
അമ്പലത്തിൽ നിന്ന് തരുന്ന തീർത്ഥം സേവിച്ചും പാരണ വിടാവുന്നതാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ, അമ്പലത്തിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഭഗവാന് വീട്ടിൽ സമർപ്പിക്കുന്നത് എന്ത് നിവേദ്യമാണോ അത് സമർപ്പിച്ചും നിങ്ങളുടെ പാരണ വീടാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഏറ്റിരിക്കുന്ന ദൃഷ്ടിദോഷത്തിനും അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾക്കും നമുക്ക് ചുറ്റും നമ്മൾ കാണാത്ത വിധത്തിലുള്ള കൺദോഷങ്ങളും എല്ലാം മാറിപ്പോവാൻ അനുഗ്രഹിക്കുന്ന ഒരു രുദ്രമന്ത്രമാണിത്. ശിവരാത്രിക്ക് ശേഷം വരുന്ന, ഹോളിക്ക് മുൻപ് വരുന്ന ഈ ഒരു പ്രദോഷം എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളാണ്. ഇവിടെയൊക്കെ ഈ സമയങ്ങളിൽ എല്ലാവരും പറയുന്നത് നമുക്ക് കണ്ണേറ് ദോഷമേൽക്കാൻ വേണ്ടി, നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീടിനുമൊക്കെ കണ്ണേറ് ദോഷമേൽക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര അവയിൽ നിന്ന് നമ്മളെയും നമ്മുടെ വീടിനെയും സംരക്ഷിച്ച് നിർത്തണമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. സോ നിങ്ങളെല്ലാവരും കഴിയുന്നതും ഈ മന്ത്രം നാളത്തെ ദിവസം ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പം ഈ മന്ത്രം ജപിക്കാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പ്രദോഷ സന്ധ്യയാണ്. 4:30-ക്കും 7:30-ക്കും ഇടയിലുള്ള ആ ഒരു സമയം. അത് വീട്ടിലിരുന്നോ അതല്ല അമ്പലത്തിലിരുന്നോ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾ ജോലിസ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഈ മന്ത്രം ജപിച്ചാൽ മതിയാവും. അപ്പം എങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 4:30-ക്കും 7:30-ക്കും ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് വീട്ടിൽ ഭഗവാന് മുൻപിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കുക. നിലവിളക്കാണെങ്കിലും മതിയാവും. ശേഷം ഭഗവാന് മുൻപിലിരുന്ന് ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധമായ ജലം, അത് നമുക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാനുള്ളതാണ്, വെള്ളം എടുക്കുക. ശേഷം ഒരു കൂവളത്തല എടുത്ത് നന്നായി വൃത്തിയാക്കി കഴുകി, 3 ഇതളോടുകൂടിയ കൂവളത്തലയായിരിക്കണം. അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ആ ജലത്തിലിടുക. അതിനുശേഷം നമുക്ക് മുൻപിൽ വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ഒന്നുകിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ചൊല്ലാം, അല്ലെന്നുണ്ടെങ്കിൽ 108 തവണ ചൊല്ലാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അമ്പലത്തിലാണ് പോകുന്നത്, അമ്പലത്തിലിരുന്ന് ചൊല്ലാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കൂവളത്തല എടുത്ത് നന്നായി കഴുകി അതുമായിട്ട് അമ്പലത്തിൽ പോയതിന് ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ച് സ്വസ്ഥമായൊരിടത്ത് വന്നിരുന്ന് നിങ്ങളുടെ വലത് കയ്യിൽ ആ ഒരു കൂവളത്തല പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വെളിയിലാണ്, ഞങ്ങൾക്ക് കൂവളത്തല കിട്ടാൻ മാർഗമില്ല എന്ന് പറയുന്നവർക്ക് ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധമായ ജലം എടുത്താൽ മതിയാവും. അതിനുശേഷം ആ ഗ്ലാസ്സിൽ എടുത്ത വെള്ളം നമ്മുടെ കയ്യിൽ പിടിക്കുക, വലത് കയ്യിൽ മുറുക്കി പിടിക്കുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് ആ ഗ്ലാസിൻ്റെ വായു ഭാഗം നമ്മൾ മറച്ച് പിടിക്കണം. അതുകൊണ്ടാണ് ഫോണിൽ 5 മിനിറ്റ് സമയം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ ആ കൂവളത്തിൽ നിങ്ങളുടെ കയ്യിൽ, വലത് കയ്യിൽ, ഉള്ളം കയ്യിൽ വെച്ച് ചുരുട്ടി പിടിച്ചാൽ മതിയാകും. അതിനുശേഷം ഓം നമോ രുദ്രായ നമഃ, ഇതാണ് മന്ത്രം. ഓം നമോ രുദ്രായ നമഃ. ഈ മന്ത്രം 5 മിനിറ്റ് അല്ലെങ്കിൽ 108 തവണ ചൊല്ലാവുന്നതാണ്. ഇത് ഭഗവാന്റെ പവർഫുള്ളായിട്ടുള്ള രുദ്രമന്ത്രമാണ്. ഇത് ചൊല്ലിയാൽ, ഇപ്പം നിങ്ങളൊരു ആഗ്രഹം സമർപ്പിച്ചാണ് ഇത് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ഭഗവാൻ എത്രയും പെട്ടെന്ന് സാധിച്ചു തരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഏറ്റിരിക്കുന്ന ആ ഒരു ദൃഷ്ടിദോഷം, കൺദോഷം, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ജലം കയ്യിൽ വെച്ച് മന്ത്രം ചൊല്ലിയതിന് ശേഷം ആദ്യം തന്നെ അതിൽ നിന്നും ആ കൂവളത്തലയെടുത്ത് വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് അത്രയും പേർക്കും ആ ഒരു കൂവളത്തല പൊട്ടിച്ച് ഭാഗിച്ച് കൊടുക്കുക. ശേഷം അതിൽ നിന്നും എല്ലാവരും ഇച്ചിരി വെള്ളം കുടിക്കുക. മിച്ചം ഒരല്പം വെള്ളം എടുത്ത് വീട് മുഴുവൻ, ടോയ്ലറ്റും ബാത്റൂമും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് വീടിൻ്റെ കോർണറിൽ ആ വെള്ളം തെളിക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് കുടഞ്ഞു വിട്ടാൽ മതിയാവും. അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ അമ്പലത്തിലിരുന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കൂവളത്തല കഴിച്ചോളൂ, അത് പ്രശ്നമില്ല. പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ വീടിന് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇതുമൂലമുണ്ടാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച് ചൊല്ലുന്ന കാര്യം ആ ഒരു വെള്ളം കുടിക്കുന്നതോടുകൂടി അത് അബ്സോർബായി നമുക്ക് ആഗ്രഹം എത്രയും പെട്ടെന്ന് നമ്മിലേക്ക് വന്നു ചേരാനും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ. പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നോൺ വെജ് കഴിച്ചിട്ട് വാലായ്മയുള്ളപ്പോൾ പീരിയഡ് സമയത്തൊന്നും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യരുത്. കാരണം ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ചൊല്ലാമോ എന്നും ചോദിക്കരുത്. കാരണം മനസ്സിൻ്റെ ശുദ്ധി പോലെ തന്നെ ഈ മന്ത്രം ചൊല്ലുന്ന ദിവസം ശരീരത്തിൻ്റെ ശുദ്ധിയും വളരെ അത്യാവശ്യമാണ്. അതുമാത്രവുമല്ല, അന്നത്തെ ദിവസം ഇപ്പം
ചൊവ്വാഴ്ച നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിത്തീർന്നു രാത്രിയിൽ പാരണ വീടിയതിന് ശേഷം ദയവ് ചെയ്ത് നോൺ വെജും കഴിക്കരുത്. അന്നത്തെ ദിവസം നമ്മുടെ ബോഡിയെ അങ്ങനെ തന്നെ വിടുന്നതാണ് ഉത്തമം. എങ്കിൽ മാത്രമേ നമ്മൾ ആ കുടിച്ച ജലത്തിന് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ആവാനും അതുമൂലം നമുക്ക് പോസിറ്റീവായിട്ടുള്ള വൈബ്സ് നമുക്ക് ചുറ്റും ഉണ്ടാവാനും പറ്റുകയുള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.